നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തനിക്ക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി തുടങ്ങിയതായ വിവരം രേണുസുതി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുസുതി ചികിത്സ നേടിയിരിക്കുന്നത്. രേണുസുതിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാസ്തവം വ്യക്തമാക്കി രേണു രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം തന്റെ ആദ്യ കീമോതെറാപ്പിക്ക് ശേഷമുള്ള ആരോഗ്യസ്ഥിതി പങ്കുവച്ചുകൊണ്ട് രേണു രംഗത്തെത്തിയിരുന്നു. ആദ്യ കീമോ കഴിഞ്ഞതിന് പിന്നാലെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് താൻ കടന്നുപോകുന്നത് എന്നും രേണു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഈ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് സ്വന്തം ചേച്ചിയാണെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. രേണുവിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത സുഹൃത്തും ബ്ലോഗറുമായ സജീനയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ പങ്കുവച്ചത്. രാവിലെ രേണുവിന്റെ പപ്പയെ വിളിച്ചിരുന്നുവെന്നും തിരക്കുകളിലായിരുന്നുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നു. രേണു ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തിനാണ്, എങ്ങനെയാണ് എന്ന് വിശദമായി ചോദിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. രേണുവിന്റെ ചേച്ചി രമ്യ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. വർക്കിലായതിനാൽ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊരു ഫ്രണ്ട് വിളിച്ച് രേണുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒന്നും അറിഞ്ഞില്ല. ഇടയ്ക്ക് രമ്യ വിളിച്ചിരുന്നു, എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രമ്യയെ വിളിക്കുന്നത്. ആശുപത്രിയിൽ പോയപ്പോൾ രേണുവിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ഭയങ്കരമായിട്ടുള്ള വേദനയും ഛർദിയും വയറിളക്കവുമാണ് കാരണം. നാക്കൊക്കെ കുഴഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആകെ കുഴഞ്ഞു പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ അഡ്മിറ്റ് ആക്കുകയായിരുന്നു. 2 ദിവസം അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. ഈ വിവരം പറയാനാണ് വിളിച്ചത്. എന്നിലൂടെ രേണുവിന്റെ വിവരങ്ങൾ അറിയുന്ന കുറച്ചു പേരുണ്ട്. അവരെ ഇത് അറിയിക്കാനും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാനും വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ആദ്യം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ദൈവമേ, അവൾക്കൊന്നും വരുത്തല്ലേ എന്ന് കുറെ പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. റീച്ചിന് വേണ്ടിയാണ് സജീന ഇങ്ങനെ പറയുന്നതെന്ന് ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിമർശിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ അറിയുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരോഗ്യപരമായി വളരെയധികം വീക്കാണ് രേണു. അത് വ്യക്തമായി നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. ഫുഡ് കഴിക്കണമെന്ന ചിന്ത ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെയില്ല. കീമോ ഒക്കെ കഴിയുമ്പോൾ ഫുഡിനോട് വെറുപ്പൊക്കെ തോന്നിയേക്കാം. അത് താങ്ങാൻ ശരീരത്തിനും പറ്റണ്ടേ. മനസ്സിന് കട്ടിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിനും അത് താങ്ങാൻ പറ്റണ്ടേ. എന്നാലല്ലേ നമ്മളിലേക്ക് പഴയതുപോലെ രേണുവിന് തിരിച്ചു വരാൻ പറ്റൂ. ശാരീരികമായി രേണു ഓക്കെ ആയി വരട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ അവസരത്തിൽ അത് മാത്രമേ പറയാൻ പറ്റൂ. അവൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അത് മതി. ഇതേക്കുറിച്ച് ഒന്ന് പറയാമോ എന്നാണ് ചേച്ചി ചോദിച്ചത് എന്നായിരുന്നു സജീന പറഞ്ഞത്. ശാരീരികമായി തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു അസുഖവും വേദനയും ആർക്കും കൊടുക്കരുതേ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും രേണു പറഞ്ഞിരുന്നു. തനിക്ക് അർബുദ രോഗമാണെന്ന് അടുത്തിടെയായിരുന്നു രേണു സുതി തുറന്നു പറഞ്ഞത്. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ്. അന്ന് വേദനയൊന്നും ഇല്ലാത്തതിനാൽ അധികം കാര്യമാക്കിയിരുന്നില്ല. സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞെങ്കിലും ചെയ്തില്ല. ഭാവിയിൽ ക്യാൻസർ ആയേക്കാം എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാസങ്ങൾക്ക് മുൻപായിരുന്നു മുഴയുടെ രൂപം മാറിയതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഡോക്ടറെ കണ്ടത്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു അസുഖം സ്ഥിരീകരിച്ചത്. ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെയും ജോലി ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു രേണു. മകന്റെ കാര്യങ്ങളും വീട്ടുചെലവുകളും ചികിത്സയും ഒക്കെയായി കാശിന് ആവശ്യം വരുന്ന ടൈമാണ്. അതിനാൽ തന്നെ അന്ന് ഇതേക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. രേണുവിന്റെ മാനേജർ കരിഷ്മയായിരുന്നു പിന്നീട് ഈ വിവരം വീട്ടുകാരെ പോലും അറിയിച്ചത്. ട്രീറ്റ്മെന്റിന് പോവുകയാണെന്നും വൈകാതെ തന്നെ എല്ലാം മാറുമെന്നുമാണ് പ്രതീക്ഷ. കീമോ ചെയ്യുന്നതിന് മുൻപും ചെയ്തതിനു ശേഷവുമുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. കീമോയ്ക്ക് മുന്നേ മുടി മുറിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും മുറിച്ചു. ഇപ്പോഴത്തെ രൂപം കണ്ട് സഹിക്കാനാവുന്നില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. കീമോ ചെയ്തതിനു ശേഷം നല്ല വേദനയാണെന്നും എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല എന്നും ജോലി രാജിവെച്ച് ചേച്ചി കൂടെയുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് നേരെ നിൽക്കാനോ നടക്കാനോ വയ്യ, പ്രാർത്ഥിക്കണേ എന്നായിരുന്നു മറ്റൊരു പോസ്റ്റിൽ രേണു കുറിച്ചത്. പ്രിയപ്പെട്ടവരെയെല്ലാം രേണുവിനെ കാണാനും ആശ്വസിപ്പിക്കാനുമായി പോകുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ പ്രതീഷ് പ്രകാശ് പങ്കുവച്ച കുറിപ്പും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഇന്ന് ഞാൻ രേണു ചേച്ചിയെ കാണാൻ പോയിരുന്നു. എന്നാൽ അവരെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ പോവണ്ടായിരുന്നു എന്ന് അവരെ തോന്നി. അവരെ ഞാൻ ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് നേരാവണ്ണം എഴുന്നേൽക്കാൻ സാധിക്കാതെ അവർ അവിടെ കിടപ്പുണ്ട്. ഇത് എന്റെ അവസാന പോസ്റ്റാണ്. ആ ചേച്ചിയെ കുറിച്ച് പ്രിയപ്പെട്ട രേണു ചേച്ചി, ഇന്ന് ഞാൻ നിങ്ങളോട് കുറെ നേരം സംസാരിച്ചു. അതിലൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തിരിച്ചു വരാൻ എനിക്ക് സാധിക്കില്ല ഇനി. എന്റെ മുടി പോയി, ആരോഗ്യം പോയി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയാൽ മതിയെന്ന് നിങ്ങൾ ഒന്ന് ഓർക്കണം. ഒരു കാലത്ത് നിങ്ങളെ വെറുത്തവർ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നും ചിരിച്ചു കണ്ട നിങ്ങളെ ഇങ്ങനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്നുമായിരുന്നു പ്രതീക്ഷ എഴുതിയത്. രേണുവിനോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളുടെ ചിത്രവും കുറിപ്പിനൊപ്പമായി പങ്കുവച്ചിരുന്നു.
ഇതൊരു പരീക്ഷണമായി കണ്ടാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഭേദമായി തിരിച്ചു വരാൻ കഴിയും. നേരത്തെ വിമർശിച്ചവർ വരെ ഇപ്പോൾ രേണുവിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിരവധി പേരായിരുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് തന്നെ ആദരാഞ്ജലി പോസ്റ്റുകൾ കണ്ടിരുന്നു. അവരോടൊന്നും പറയാനില്ല, അവരുടെ വീട്ടിലുള്ളവർക്കൊന്നും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നായിരുന്നു രേണു പറഞ്ഞത്. കീമോയ്ക്ക് ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ രേണു പറഞ്ഞിരുന്നു. തനിക്കിപ്പോൾ നേരെ ഇരിക്കാൻ വയ്യെന്നും ഇരുന്നാൽ ഛർദ്ദിക്കുമെന്നും രേണുസുതി വീഡിയോയിൽ പറയുന്നു. ഛർദ്ദിക്ക് പുറമെ ലൂസ് മോഷനും തലകറക്കവുമുണ്ട്. പിടലിയുടെ വശം പൊട്ടി, തൊണ്ടയിലും പൊട്ടലുണ്ട്. കീമോ ചെയ്യാനുള്ള കയ്യിലെ പിക് ലൈനിൽ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായെന്നും ഇത് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്, അത് ആശുപത്രിയിൽ പോയി ക്ലീൻ ചെയ്തു. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഇത്ര ദൂരം വരേണ്ട എന്നും അടുത്തെവിടെയെങ്കിലും പോയി ക്ലീൻ ചെയ്താൽ മതിയെന്നും നഴ്സുമാർ പറഞ്ഞതായും രേണുസുതി പറഞ്ഞിരുന്നു. ആദ്യമായാണ് താൻ കീമോ ചെയ്യുന്നത്. ആദ്യം പേടിയുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ക്യാൻസറിനേക്കാൾ തനിക്ക് പേടി ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. തന്റെ കുഞ്ഞ്, ചേച്ചി, ചേട്ടൻ, സഹോദരങ്ങൾ, കരിഷ്മ, ചുറ്റുമുള്ള കുറച്ച് നല്ല ആളുകൾ, ഇവരുടെ എല്ലാം വേദനയാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തത്. രോഗത്തെ മറികടന്ന് താൻ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസവും രേണുസുതി പ്രകടിപ്പിച്ചു. കീമോയ്ക്ക് മുന്നേ തുടയിൽ ഒരു മരുന്ന് കുത്തിവെച്ചിരുന്നു. അതെന്തോ ആന്റിബോഡി ആണെന്നാ പറഞ്ഞത്. നല്ല വിലയുള്ള മരുന്നാണത്. കുത്തിയാലേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് മെഡിക്കൽ വേർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല എങ്കിൽ പോലും എന്റെ ആ ഒരു ഊഹം വെച്ച് ഡോക്ടേഴ്സിന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയത് ആന്റിബോഡി എല്ലാ കീമോയിലും കുത്തിവെക്കണം എന്നാണ് എന്നും രേണുസുതി വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദുബായിൽ വെച്ചാണ് അസുഖം കണ്ടുപിടിച്ചത് എന്ന വാർത്ത തെറ്റാണ്. അങ്ങനെയല്ല സംഭവം. സുധിച്ചേട്ടന്റെ വേർപാടിന് ശേഷം സ്തനത്തിന്റെ ആകൃതിയിൽ വ്യത്യാസം തോന്നിയതോടെയാണ് വീണ്ടും ഡോക്ടറെ കാണിക്കുന്നത്. ഒറ്റയ്ക്കാണ് പരിശോധനയ്ക്ക് പോയത്. സ്കാനിങ്ങിനും മാമോഗ്രാമിനും ശേഷം നടത്തിയ ബയോപ്സിയിലാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. വീട്ടുകാർ വിഷമിക്കേണ്ടതില്ല എന്ന് കരുതി ആരോടും പറഞ്ഞില്ല. പിന്നീട് എന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് മാനേജർ കരിഷ്മ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. കരിഷ്മയാണ് ചേച്ചിയെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പരുമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ ചെയ്യാൻ പോയപ്പോഴാണ് രോഗവിവരം പുറത്തായതെന്നാണ് രേണുസുതി തന്റെ രോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രോഗവിവരം അറിഞ്ഞതിനാൽ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാണ് താൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോകളും അത് ലീക്കായതും തുടർന്ന് വന്ന വിമർശനങ്ങളുമാണോ കിച്ചുവിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണമെന്നും സംശയമുണ്ട്. കാരണം അതുവരെയും കിച്ചു ചാനൽ തുടങ്ങിയിരുന്നിട്ടും രേണുവിനെ കുറിച്ച് മോശമായെന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഇതിനുശേഷമായിരുന്നു കിച്ചു താൻ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്തിയത്. ഇപ്പോൾ രേണു കാരണങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കിച്ചു എല്ലാം മനസ്സിലാക്കി രേണുവിന്റെ അടുക്കലേക്ക് തിരികെ വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആരാധകരും സുഹൃത്തുക്കളുമാണ് രേണുവിന് പിന്തുണയും പ്രാർത്ഥനകളുമായി എത്തുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.